ജനുവരി 6 ശനിയാഴ്ച നടന്ന പേട്ടതുള്ളൽ മഹോത്സവം പൂർവാധികം ഭംഗിയായി കൊണ്ടാടി. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന മഹാകളഭാഭിഷേകം ക്ഷേത്രം തന്ത്രി കലഞ്ഞൂർ പ്ലാസ്ഥാനത്ത് മഠത്തിൽ ബ്രഹ്മശ്രീ ജിതേഷ് രാമൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. എരുമേലി കഴിഞ്ഞാൽ കേരളത്തിലെ പേട്ടതുള്ളലിന് ഏറ്റവും പ്രചാരം സിദ്ധിച്ച പുണ്യസ്ഥലമാണ് പൂതങ്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. മഹിഷി നിഗ്രഹം കഴിഞ്ഞ് വിജയശ്രീലാളിതനായി മടങ്ങുന്ന ശ്രീ മണികണ്ഠന് അകമ്പടി സേവിച്ച പടയാളി സമൂഹം ശ്രീ അയ്യപ്പനെ എതിരേറ്റു കൊണ്ടുപോകുന്നതിനെ അനുസ്മരിച്ചാണ് പേട്ടതുള്ളൽ രൂപം കൊണ്ടത്. ഇതിന്റെ അർത്ഥം ഒരുവന്റെ അഹന്തയെ വെടിഞ്ഞ് അയ്യപ്പന് സ്വയമായി അടിയറവ് വയ്ക്കുക എന്നതാണ്. പൂതങ്കര പ്രദേശത്ത് കണ്ണങ്കോട്ടുമല മുതൽ മയിലാടുംപാറ വരെയുള്ള 7 മലകൾക്ക് അധിപനായിട്ടാണ് പൂതങ്കര ശ്രീ ധർമ്മശാസ്താവ് നിലകൊള്ളുന്നത്. അധർമ്മത്തിനും അനീതിക്കും അക്രമത്തിനുമെതിരെ ഉയർന്ന ജനശക്തിയുടെ വിശ്വരൂപമാണ് പേട്ടതുള്ളൽ. ജനശക്തിയാണ് സാമൂഹ്യ പരിവർത്തനത്തിന് ആണിക്കല്ല് എന്ന തിരിച്ചറിവാണ് പേട്ടതുള്ളൽ നൽകുന്ന സന്ദേശം. മുഖത്തും ശരീരത്തും ചുട്ടികുത്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വാമി തിന്തകത്തോം അയ്യപ്പ തിന്തകത്തോം എന്ന വാദ്യമേളങ്ങൾക്കനുസരിച്ച് തുള്ളിയുറഞ്ഞ് പൂതങ്കര വാവരുപള്ളി നടയിൽ നിന്ന് ആരംഭിക്കുന്ന പേട്ടതുള്ളൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് ഭക്തജനങ്ങൾക്ക് ദർശന സായുജ്യമേകുന്നു. ജാതിമത പ്രാദേശികതയ്ക്ക് അതീതമായ ജനസമൂഹം മുഴുവനും കാത്തു സൂക്ഷിക്കുന്ന ഈ പേട്ട മഹോത്സവ ദർശനത്തിന് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. ദേശദേവൻ ഗ്രാമപ്രദക്ഷിണത്തിനായി എഴുന്നള്ളി ഇളമണ്ണൂർ ശ്രീനാരായണപുരം ക്ഷേത്രം, ചേന്നായത്ത് മേലേവീട്ടിൽ കളരി, പൂതങ്കര ശ്രീ ഭഗവതിക്കുന്ന് ദേവീക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം കഴിഞ്ഞ് പൂതങ്കര മണിഭവനത്തിൽ എത്തി ചുട്ടികുത്തി വാവർനടയിൽ ദർശനത്തിനു ശേഷം വേലകളിൽ അമ്മങ്കുടം, പൂതങ്കര വിപിൻ നാരായരുടെയും സംഘത്തിൻ്റെയും പഞ്ചാരിമേളം, കർപ്പൂരാഴി എന്നിവയുടെ അകമ്പടിയോടെ പേട്ടതുള്ളൽ ആരംഭിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു.